CPO റാങ്ക് പട്ടികയിൽ വന്ന 10,000-ൽ പരം യുവാക്കളുടെ സമരം. ഈ യുവതലമുറയെ ഗവൺമെന്റ് ഇങ്ങനെ പറ്റിക്കും 5 വർഷം നഷ്ടപ്പെടുത്തി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട അവസരങ്ങളാണ്. ഇപ്പം നമ്മളല്ല, ഞാനും വരും തലമുറയോടെ വിളിച്ചു പറയാണ്. കാരണം ഈ സംസ്ഥാനത്ത് ഇനി ചെറുപ്പക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ തൂക്കുമരം ഇതിപ്പോൾ കുറേ ആൾ കഴിയുമ്പം ഒരുപാട് ചെറുപ്പക്കാർ യാഥാർത്ഥ്യമായി തൂങ്ങി മരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാർ അവർക്ക് ഈ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്ന് അവരുടെ ആഗ്രഹമാണ്. വളരെ ദയനീയമാണ്. ഇനിയെങ്കിലും കണ്ണ് തുറന്നില്ലെങ്കിൽ ഇവിടെ പലരും ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. തൊഴിൽ കൊടുക്കണം, യാചിക്കുകയാണ് ഈ ഗവൺമെന്റിനോട്. നമസ്കാരം. CPO റാങ്ക് പട്ടികയിൽ വന്ന 10,000-ൽ പരം യുവാക്കളുടെ സമരം അതിശക്തമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വളരെ വ്യത്യസ്തമായ ഒരു സമരമുറയായിരുന്നു ഈ യുവാക്കൾ എടുത്തിരുന്നത്. എന്നാൽ ഇന്ന് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവർ കഴുമരത്തിൻ്റെ മാതൃക തീർത്തുകൊണ്ട് തങ്ങൾക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല, ഈ ജോലി ലഭിക്കാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള സന്ദേശം നൽകുന്ന വ്യക്തമായ സമരമുറയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? സത്യത്തിൽ സർക്കാരിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ റാങ്ക് ലിസ്റ്റ് വന്ന് 11 മാസവും നമ്മൾ ഗവൺമെൻറ്റിൻ്റെ നമ്മളെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഓഫീസുകളിലും നമ്മൾ കയറി ഇറങ്ങി എല്ലാ കാര്യങ്ങളും നമ്മൾ, അതായത് ഇനി റിപ്പോർട്ട് ചെയ്യേണ്ട വേക്കൻസികൾ സഹിതം, അതായത് ഓരോ ജില്ലയുടെയും പോലീസ് സ്ട്രെങ്ത് ഇനിയിപ്പം അതായത് നിയമനം നടന്നിട്ടില്ല കുറച്ച് നാൾ. അതുകൊണ്ട് ആ പോലീസ് സ്ട്രെങ്ത് പൂർണ്ണമായും നിലനിർത്തിക്കൊണ്ട് ഈ ലിസ്റ്റിൽ നിന്ന് തന്നെ മാക്സിമം വരെ നിയമനം നടത്തുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ഫയലുകളുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സെക്യൂരിറ്റി പോസ്റ്റിൻ്റെ അതിൻ്റെ എല്ലാ ഫയലും, അതായത് വന്ദന ഡോക്ടർ വധക്കേസ് ഉൾപ്പെടെയുള്ള ഹൈക്കോടതി ഉത്തരവായി വന്ന ഒരുപാട് ഫയലുകളുണ്ട് പാസ്സാക്കി കിട്ടാൻ. അപ്പം നമ്മൾ ഇത്രയും കാലം കൊണ്ട്, അതായത് 11 മാസത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെ പിറകെയാണ്. അതിന് പ്രധാനപ്പെട്ടൊരു ഉദാഹരണം എന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഗവൺമെൻറ് നടത്തിയ നവകേരള സദസ്സ്. അപ്പം ആ പരിപാടിയിൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കൂടെ തന്നെയായിരുന്നു, മന്ത്രിമാരെ കൂടെ തന്നെയായിരുന്നു. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ ഏകദേശം നമ്മുടെ കുടുംബങ്ങൾ ഉൾപ്പെടെ ഉള്ള ഒരു 10-20,000 പരാതികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പരാതികൾ മാത്രമല്ല, നമുക്കറിയാം നമ്മളിപ്പം നമ്മളെ അവസ്ഥയെന്ന് വെച്ചാൽ വളരെ ദയനീയമാണ്. കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്ന് തിരുവനന്തപുരം ജില്ലയിൽ സ്റ്റേ അടിച്ച് കിടങ്ങാൻ തുടങ്ങിയിട്ട് തന്നെ 2 മാസത്തോളമായി. കാരണം നമ്മൾ കൊടുത്ത, അതിൽ പ്രധാനമായിട്ട് പറയേണ്ടത്, നമ്മൾ കൊടുത്ത പരാതികൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റിയാണ് കൊടുത്തത്. നമ്മളാണ് ഇപ്പം നമ്മളെ ഫോണിൽ ഇപ്പം മെസ്സേജ് വന്നു. കാരണം നമ്മളെ കൊടുത്ത പരാതികൾ പരിഹരിച്ചിട്ടുണ്ടെന്ന്. നമ്മൾ കൊടുത്ത പരാതി പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് കിടക്കും. ഇപ്പം ഞാൻ കൊടുത്ത പരാതി തന്നെ പോയത് സൈനിക് വെൽഫെയറിലാണ്. അപ്പോൾ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയാണ് ഈ പരാതി കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. എന്നിട്ടിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഫോണിൽ മെസ്സേജ് വന്ന് പരാതി പരിഹരിച്ചെന്ന്. അത് പരിഹരിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഈ കിടക്കുന്നത്. കാരണം നമ്മളെ വീട്ടിലുള്ള ഇവിടെ ഉള്ള ചെറുപ്പക്കാരെ വീട്ടിലോട്ടും ഗവൺമെൻറ് തിരിഞ്ഞു നോക്കണം. കാരണം എണീറ്റ് നടക്കാൻ പോലും വയ്യാത്ത അമ്മൂമ്മമാരും അമ്മമാരും എല്ലാവരും ഉള്ളതാണ്. അവർക്കൊക്കെ ആശ്രയം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരാണ്. അവർ ഒരു ദിവസം കൂലിപ്പണിക്ക് ഇറങ്ങി പോയിട്ടാണ് അവരുടെ വീട്ടിലെ അരി പോലും വേവുന്നത്. നമ്മളെ ഈ യുവതലമുറയെ ഗവൺമെൻറ് ഇങ്ങനെ പറ്റിക്കില്ല. കാരണം 5 വർഷം നഷ്ടപ്പെടുത്തി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ വിലപ്പെട്ട അവസരങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ വേറൊരു മേഖലയിലല്ല, ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മളെ വിശ്വസിപ്പിക്കരുത്. കാരണം ഈ റാങ്ക് ലിസ്റ്റ് വലിയ റാങ്ക് ലിസ്റ്റ് എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. കാരണം ചെറിയ റാങ്ക് ലിസ്റ്റ് ഇട്ടെങ്കിലും ഇതിൻ്റെക്കാട്ടി നിയമനം കഴിഞ്ഞ വർഷങ്ങളിൽ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മളല്ല, ഞാനും വരും തലമുറയോടെ വിളിച്ചു പറയാണ്. കാരണം ഈ സംസ്ഥാനത്ത് ഇനി ചെറുപ്പക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ഗവൺമെൻറ് യുവജനക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി ഒരു കാര്യം പോലും മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല. പിടിച്ചു നിൽക്കാൻ വയ്യ, വംശനാശം സംഭവിക്കും. നമുക്ക് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളിത്ര 30,000 പരാതി കൊടുത്തെങ്കിലും ഈ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർക്ക് ആ പരാതി പരിഹരിച്ചെന്ന് പറഞ്ഞ് ഗവൺമെൻറ് തിരിച്ചയക്കുമ്പം ഈ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എന്താണ് വിശ്വസിക്കുന്നത്? അതൊരിക്കലും പറ്റത്തില്ല. കാരണം വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഒരു പരാതി കൊടുത്ത് അത് പരിഹരിച്ചെന്നും പറഞ്ഞ് തിരിച്ചയക്കുമ്പോൾ എങ്കിൽ നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം നമ്മളിപ്പോൾ എത്രാമത്തെ സമരമാണ് നടത്തുന്നത്? അതായത് ഗവൺമെൻറ്റിലെ യുവജന പ്രസ്ഥാനങ്ങൾ നടത്തുന്ന അതേ സമരങ്ങൾക്ക് ബദലായി തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. കാരണം മനുഷ്യച്ചെങ്കലെങ്കിൽ നമ്മൾ തൊഴിലില്ലാ ചങ്ങല നടത്തുന്നു, നമ്മളിവിടെ യാചിക്കുന്നു. ഇവിടെ ഇപ്പോൾ തൂക്കുമരം ഇതിപ്പോൾ കുറേ ആൾ കഴിയുമ്പം ഒരുപാട് ചെറുപ്പക്കാർ യാഥാർത്ഥ്യമായി തൂങ്ങി മരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അന്തിച്ചർച്ചയ്ക്കോ ന്യൂസ് ചാർജലിൽ വന്ന് ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. കാരണം അവർക്കാണ് നഷ്ടം, കാരണം കുടുംബങ്ങൾക്കാണ് നഷ്ടം. നമ്മൾ മാത്രമല്ല, നമ്മൾ വീട്ടിൽ ചെന്ന് കയറുമ്പം
അവർ സത്യം പറഞ്ഞാൽ നമ്മൾ അടുത്ത് വന്നിരുന്ന് കരയാണ്. മക്കളെ എന്തരായടാ ഈ മക്കൾ വന്ന് കിടന്ന എന്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണ്. ഗവൺമെൻറ് ഇനിയെങ്കിലും യുവാക്കൾ നേരിൽ കണ്ണ് തുറന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ തന്നെ 28 സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഈ സംസ്ഥാനം വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാർക്കും കൂടെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി വെക്കണം. കാരണം അവർ എങ്ങോട്ടാണ് പോകുന്നത്? ഈ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന ചെറുപ്പക്കാർ അവർക്ക് ഈ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്ത് ജീവിക്കണമെന്ന് അവരുടെ ആഗ്രഹമാണ്. ഈ നാട്ടിൽ ജനിച്ച് വളർന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളെ അമ്മമാരും അച്ഛന്മാരും നമ്മളെ പോറ്റി വളർത്തിയത് അവർക്കൊരു താങ്ങും തണലും ആവാനാണ്. അവസാനം നമ്മളെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് PSC പബ്ലിഷ് ചെയ്ത എല്ലാ സിലബസും കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് കൂലിപ്പണിക്ക് പോയി മേടിച്ച റാങ്ക് ഫയലാണ് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. എല്ലാം പഠിച്ച് അവർ കൊണ്ടുവന്ന എല്ലാ മാനദണ്ഡങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നിട്ട് സർക്കാർ നമ്മളെ മേഖല കണ്ണ് തുറക്കാത്ത എന്തുകൊണ്ടാണ്? സർക്കാർ ഏത് മേഖലയിലാണ് ഇനി കണ്ണ് തുറക്കാൻ പോകുന്നത്? കേരളത്തിലൊരു പ്രളയമുണ്ടായി, കൊറോണ ഉണ്ടായി. ഈ സാഹചര്യങ്ങളിലെല്ലാം ഗവൺമെൻറ് ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങണമെന്ന് പറഞ്ഞപ്പം നമ്മളാണ് മുന്നിട്ടിറങ്ങിയത്. ഈ കേരളത്തിലെ അവസ്ഥയിൽ നമ്മളാണ് ഈ കേരളത്തെ താങ്ങി നിർത്തിയത്. എന്നിട്ട് നമ്മളൊരു കുടുംബത്തിനും വന്നപ്പം ഈ ഗവൺമെൻറ് നമ്മളെ കൂടെ നിൽക്കില്ലെങ്കിൽ നമ്മൾ ഏത് രാജ്യത്തോട്ടാണ് ഇനി പോവേണ്ടത്? നമ്മൾ ഈ രാജ്യത്തോട്ട് പോകാൻ തന്നെ നമ്മളെ കയ്യിൽ എന്തിരിക്കുന്നു? ഇവിടെ നമുക്ക് ജോലി നമ്മളിപ്പോൾ എത്ര ജോലി ചെയ്ത് എത്ര കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്നവരാണ് കിടക്കുന്നത്. കല്യാണം കഴിച്ചവരുണ്ട്. ഇവിടെ വന്ന് സമരത്തിൽ കിടന്നപ്പം ഭാര്യ പ്രസവിച്ച് കുഞ്ഞിനെ പോലും കാണാൻ പറ്റാതെ ഇവിടെ നിന്ന് കാസർഗോഡ് പോവേണ്ടി വന്ന അവസ്ഥവരോട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട്. വളരെ ദയനീയമാണ്. ഇനിയെങ്കിലും കണ്ണ് തുറന്നില്ലെങ്കിൽ ഇവിടെ പലരും ഇവിടെ കിടന്ന് മരിക്കേണ്ടി വരും. ഈ മരിക്കുമ്പോൾ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷനോ ബാക്കി ഏതെങ്കിലും ഈ കേരളത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ചർച്ചയ്ക്ക് വെക്കുന്നുണ്ടോ? ഈ കേരളത്തിലെ ക്രമസമാധാനം എവിടെയാണ്? ഇന്ന് നമുക്കറിയാം ഇതെല്ലാം കറക്റ്റ് റിപ്പോർട്ട് ചെയ്യണം. കാരണം ഈ കേരളത്തിൽ പോലീസ് സേനയെ കഴിഞ്ഞ ദിവസം ഒരു പോലീസുകാരൻ തൂങ്ങി മരിച്ച് അവരെ കുടുംബം അനാഥരാവേ. ഈ ജോലി സമ്മർദ്ദം കാരണം അവർക്ക് എങ്ങനെയാണ് ആത്മാർത്ഥമായി ഈ ജോലി ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ഈ കേരളത്തിൽ മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും എല്ലാവരും ഹബ്ബായി മാറും. കേരളത്തിൽ ഈ ജോലി കിട്ടാത്ത ചെറുപ്പക്കാരും അവർക്ക് പൈസ ഇല്ലാതെ അവരിങ്ങനെ എളുപ്പമുള്ള മാർഗങ്ങളിലേക്ക് പോകും. ഒരു വലിയ ദയനീയ അവസ്ഥയാണ്. കാരണം ഇത്രയും ചെറുപ്പക്കാർ ഇനി ഇവിടെ എങ്ങനെയാണ്? ഇപ്പോൾ 4 ദിവസമായി ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. നമ്മളെങ്ങനെയാണ് നമ്മളെ കുടുംബക്കാർ ഒരു നേരത്തെ ആഹാരത്തിന് പോലും? അതുകൊണ്ട് എന്തെങ്കിലും അടിയന്തരമായി ഗവൺമെൻറ് ഈ ഒരു സാഹചര്യത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഇങ്ങനെ പറ്റുകയില്ല. കാരണം നമ്മൾ കാസർഗോഡ് 30,000 അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയുടെ മറുപടി നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിച്ചാൽ അതിന് തീർപ്പാക്കിയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വന്ന് കിടക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? ഇനിയെങ്കിലും യുവജനങ്ങളുടെ മേലെ ഗവൺമെൻറ് കണ്ണ് തുറക്കണം. അവർക്ക് വേണ്ടിയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണം. തൊഴിൽ കൊടുക്കണം. യാചിക്കുകയാണ് ഈ ഗവൺമെൻറ്റിനോട്. നൂതന നായകന്മാർ പോലും പണിയെടുത്തുണ്ടാക്കിയ ഒരു സ്ഥാപനം ഇനി വരും തലമുറയ്ക്ക് ഒരു നീതി പോലും നടപ്പാക്കണമെന്ന് വിചാരിച്ചാണ് അവർ പോലും പണിയെടുത്തുണ്ടാക്കിയ ഒരു സെക്രട്ടേറിയറ്റാണിത്. അപ്പോൾ ആ ഒരു സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർ ഇനി വരും തലമുറയ്ക്ക് അവർ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവർക്ക് നീതി കിട്ടണം. നമ്മൾ അവകാശമാണ് പറയുന്നത്. നമ്മൾ ഒന്നും ചെയ്തല്ല. നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കൊഴിഞ്ഞ് എല്ലാവരും ഇത് തീവ്രമായി പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഈ പോലീസ് ജോലി കുഞ്ഞുനാളിൽ സാറന്മാർ ചോദിക്കുമ്പോൾ എനിക്ക് പോലീസ് ആവണം എന്ന് പറഞ്ഞ് ക്ലാസ് തൊട്ടേ അത്രയും ആഗ്രഹിച്ച് വന്ന് ഈ ജോലിക്ക് വേണ്ടി അത്രയും തീവ്രമായി ആഗ്രഹിച്ച് വന്ന ചെറുപ്പക്കാരാണ്. അവരാഗ്രഹങ്ങൾ അവർക്ക് കിട്ടാതായിപ്പോയി അവർ ആത്മഹത്യ ചെയ്യും. കാരണം അവരാഗ്രഹം പൊലിഞ്ഞു പോകുമ്പം അവന്മാർ ഇതുവഴി പോകുമ്പം ഒരു പോലീസുകാരൻ യൂണിഫോമായിട്ട് നിന്നാൽ അവനും ആലോചിക്കും ഞാനും ഈ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ഈ ഗവൺമെൻറ്റാണ് എന്നെ ചതിച്ചത്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് എനിക്ക് ജോലി തരാത്തത് കൊണ്ടാണ് എൻ്റെ ആഗ്രഹം ശാസ്ത്രീയമാവാത്തത്. കാരണം പലരുടെയും പലരും ഏജ് ഓവറായി. അവർക്ക് ഇനി ഒരു പോലീസ് എന്ന് പറയുന്ന സ്വപ്നം സാക്ഷാത്കരിക്കത്തില്ല. പിന്നെ അവരുടെ ആഗ്രഹം എങ്ങനെയാണ് നിറവേറ്റാൻ പോകുന്നത്? ഈ ഗവൺമെൻറ് അവർക്ക് ഈ ഒരു അവസരം കൊടുത്തില്ലെങ്കിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം. ഈ കഷ്ടപ്പെട്ട് പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് നമുക്ക് അവസരം നൽകണം ഗവൺമെൻറ്. കാരണം ഈ ഒരു അവസരം കിട്ടിയില്ലെങ്കിൽ അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവർക്ക് പറ്റത്തില്ല. ഒന്നും പറ്റിയില്ലെങ്കിലും ഈ കുറച്ച് പേരെങ്കിലും അതിനുവേണ്ടി ആഗ്രഹം തീവ്രമായി നിൽക്കുന്നുണ്ട്. അവർ ആത്മഹത്യ ചെയ്യും, അത് ഉറപ്പാണ്. അത് ഗവൺമെൻറ്റിനോട് വിളിച്ചു പറയണം. അവസാനം കഴിഞ്ഞ വർഷം എക്സൈസിലൊരു ഉദ്യോഗാർത്ഥി ആത്മഹത്യ ചെയ്തു. അന്ന് കുറേ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതാണ്. കാരണം സമരം ഒഴിവാക്കും, നിയമനത്തിന് അടിസ്ഥാനമാക്കി മാത്രമേ ഇവിടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൂ എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിൻ്റെ ഓർഡറുകൾ ഇവിടെ ഫയലുകളിൽ ഇരിപ്പുണ്ട്. അതിനുശേഷമാണ് ഗവൺമെൻറ് 2 ഘട്ട പരീക്ഷ കൊണ്ടുവന്ന് ഈ ഒരു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത്. അപ്പം നമുക്ക് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്തിയേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ വിളിച്ചു പറയും. കാരണം ഈ 2 വർഷം പ്രിലിമിനറി നടത്തിയത് ഈ കേരളത്തിലെ നിയമന നിരോധനമാണ്. ഈ കേരളത്തിലെ യുവാക്കളെ ഈ നാട് കടത്താൻ വേണ്ടി ഗവൺമെൻറ് നമ്മളോട് കാണിച്ച ചതിയാണെന്ന് നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ വിളിച്ചു പറയും. കാരണം നമ്മൾക്ക് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം 11 മാസം ഈ ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളിൽ നമ്മൾ കയറി ഇറങ്ങുകയാണ്.
ഇനി നമ്മുടെ വേക്കൻസികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്ത് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടപ്പിലാക്കണം. ഈ ഉദ്യോഗാർത്ഥികളുടെ ജീവിതാഭിലാഷമായ ഈ പോലീസ് ജോലി എന്നത് സാക്ഷാത്കരിക്കാൻ വേണ്ടി ഈ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണം. ഈ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾ അടിയന്തരമായി ഇടപെടണം. അവർക്ക് കണ്ണടച്ചുകൊണ്ട് അവരും കഷ്ടപ്പെട്ട് അവരും ഓരോ അവകാശങ്ങൾക്ക് വേണ്ടി ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ സമരം ചെയ്തിട്ടുള്ളതാണ്, രാപ്പകൽ സമരം ചെയ്തിട്ടുള്ളതാണ്. അവരുടെ ഈ സമരം അവർ കണ്ടില്ലെങ്കിൽ അവരുടെ സമര പോരാട്ടങ്ങൾക്ക് അവർക്ക് എന്നും ഒരു കറുത്ത തൂവലായിരിക്കും ഇത്. നമ്മളിലേക്ക് അവരെന്തെങ്കിലും ഇനിയെങ്കിലും നാളെയെങ്കിലും അവർ അടിയന്തരമായി നമ്മുടെ ഈ സമരത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുടുംബങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും പ്രതീക്ഷയോടെ, ഈ ഗവൺമെൻറ്റിൽ പ്രതീക്ഷയോടെ, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതീക്ഷയോടെ ഇനിയും കാത്തിരിക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷകൾ കൈവിടാതെ അടിയന്തരമായി ഗവൺമെൻറ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗാർത്ഥികൾക്ക് അതിൻ്റെ ഉത്തരവ് കൊടുത്ത് നമ്മുടെ വേക്കൻസികൾ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ നിയമനം നടത്തണമെന്ന് ഗവൺമെൻറ്റിനോട് ഇനിയും തൊഴുതു യാചിക്കുകയും. ഈ മെസ്സേജ് നവകേരള സദസ്സിൽ പരാതി കൊടുത്തതിന് ശേഷം ഒരു മാസത്തിനകമാണ് ഇത്രയും മെസ്സേജുകൾ വന്നത്. പല നവകേരളത്തിൻ്റെ സെൻറ്ററുകളിൽ ഞങ്ങൾ പരാതി കൊടുത്തു. ഈ മറുപടിയിൽ പറയുന്ന കാര്യം ഇന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് നൽകി അല്ലെങ്കിൽ ഇന്നൊരു പോലീസ് മേധാവിക്ക് നൽകി തീർപ്പാക്കിയിട്ടുണ്ടെന്നാണ്. എന്ത് തീർപ്പാക്കിയെന്നാണ് ഇവർ പറയുന്നത്? ഞങ്ങൾക്ക് മറുപടി നൽകി തീർപ്പാക്കേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ നിയമനമാണ്. നിയമനം നൽകി നിങ്ങളുടെ പരാതി തീർപ്പാക്കി എന്ന് പറയുന്ന മെസ്സേജാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പരാതിക്ക് മറുപടി നൽകി ഇത് തീർപ്പാക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങൾ കൊടുത്ത ആ ഒരു ഉപാധിയുടെ ആ ഒരു സംഭവം അത് മാത്രം ഞങ്ങൾക്ക് തിരിച്ചു തന്നു. ഒരു അക്നോളജ്മെൻറ്റ് മെസ്സേജ് പോലെ അതാവുന്നുള്ളൂ. പക്ഷേ ഞങ്ങളുടെ പരാതി ഒരിക്കലും ഞങ്ങൾക്ക് തീർപ്പാകുന്നില്ല. ഞങ്ങൾക്ക് പരാതികൾ നിങ്ങൾ തീർപ്പാകണമെങ്കിൽ നിങ്ങൾ നിയമനം നടത്തണം. ഈ ലിസ്റ്റിൽ നിന്ന് മാക്സിമം നിയമനം നടത്തണം. എന്നാൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. വളരെ വികാരപൂർവമായാണ് ആ ഉദ്യോഗാർത്ഥി നമ്മളോട് സംസാരിച്ചത്. കേരളത്തിലെ 10,000 വരുന്ന യുവാക്കളുടെ ശബ്ദമാണ് ആ ഒരു യുവാവിൽ നിന്നും നമ്മൾ കേട്ടത്. അവരുടെ കുടുംബവും അവരും ഒരുപാട് സ്വപ്നം കണ്ട ഒരു ജോലിയാണ് ഇത് എന്ന് പറയുന്നത്. എന്തായാലും അധികാരികളുടെ കണ്ണ് തുറക്കണം. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് തങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. വീടും എല്ലാം വിട്ട് അവരുടെ കുടുംബത്തെ എല്ലാം വിട്ട് അവർ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമരം നടത്തുന്നത്. അധികാരികളുടെ കണ്ണ് തുറക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.